എയിംസും അതിവേഗതയിലും ഒക്കെ കാത്തിരുന്ന കേരളത്തിന് കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ കിട്ടിയത് കടലാമ സംരക്ഷണ കേന്ദ്രമാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ട്രോളുകളാണ് കടലാമകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു PSC ഉദ്യോഗാർത്ഥി അറിയേണ്ട കുറച്ച് ശാസ്ത്രീയ വശങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒലീവ് റിഡ്ലി ഇനത്തിൽ പെടുന്ന കടലാമകളുടെ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിൽ തുടങ്ങാനായിട്ട് കേന്ദ്ര ബജറ്റിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്താണ് ഈ ഒലീവ് റിഡ്ലി എന്നറിയോ? ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നും കേരള തീരത്തെത്തി മുട്ടയിട്ട് മടങ്ങി പോകുന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട കടലാമകളാണിവ. ലോകത്തിലെ തന്നെ 7ഓളം വിഭാഗത്തിൽപ്പെട്ട കടലാമകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും ചെറുതാണ് ഈ പറയുന്ന ഒലീവ് റിഡ്ലി. ലെതർ ബാക്ക് എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഏറ്റവും വലിയ കടലാമകൾ എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒലീവ് റിഡ്ലി IUCN റിപ്പോർട്ട് ചെയ്ത റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമാണ് ഇവ എന്ന് പറയുന്നത്. അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ട് നിർമ്മാണവും തീരശോഷണവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഇവര് വംശനാശ ഭീഷണി നേരിടുന്നതിന്റെ കാരണങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംരക്ഷണാർത്ഥമാണ് ഇത്തരത്തിലൊരു കേന്ദ്രം കേരളത്തിൽ തുടങ്ങുന്നതായിട്ട് കേന്ദ്ര ബജറ്റ് പറഞ്ഞു വെക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നും കേരള തീരത്തെത്തിയിട്ടാണ് ഇവർ മുട്ടയിടാറുള്ളത്. ഇതിലും കുറെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏകദേശം 350ഓളം മുട്ടകളാണ് ഒരു കടലാമ ഇടാറുള്ളത്. 4 മണിക്കൂറോളം സമയമാണ് ഇതിനായിട്ട് എടുക്കാറുള്ളത്. 45 ദിവസം എടുത്തിട്ടാണ് ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരിക. ഏകദേശം 100 വയസ്സ് വരെ ആയുസ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒലീവ് റിഡ്ലി കടലാമകൾക്ക്. ഇവർ 20ാമത്തെ വയസ്സിലാണ് ഇത്തരത്തിൽ മുട്ടയിട്ട് തുടങ്ങാറുള്ളത്. ഇതിലും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള തീരത്തെത്തുന്ന ഈ കടലാമകൾ ഒരടിയോളം താഴ്ചയിൽ കുഴിയെടുത്ത് അവിടെയാണ് മുട്ടയിട്ട് ഈ കുഴി മണ്ണിട്ട് മൂടി കടലിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ടകൾ പിന്നീട് വിരിയുന്നതും അല്ലെങ്കിൽ ഇതിന്റെ പ്രജനനവും ഒക്കെ തന്നെ പിന്നീടും ചോദ്യമാവുകയാണ് ചെയ്യാറ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒലീവ് റിഡ്ലി കടലാമകളുടെ ഒരു ആമത്തൊട്ടിൽ തന്നെയാണ് നമ്മുടെ കേരള തീരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാരും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു 7ഓളം വരുന്ന കടലാമകളുടെ വിഭാഗത്തിൽ ഏറ്റവും ചെറുതാണ് ഈ ഒലീവ് റിഡ്ലി എന്ന് പറയുന്നത്. ഒഡീഷ തീരത്തുള്ള ഗാഹിർമാത മറൈൻ സാങ്ച്വറിയിൽ ഇവര് നടത്തുന്ന ഒരു മാസ് നെസ്റ്റിംഗ് ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ട്രോളുകളുടെ പിന്നിൽ ഇത്തരത്തിലൊരു ശാസ്ത്രീയ കാര്യം കൂടി ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കടലാമ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി താഴെ കമന്റ് ചെയ്യുക.